ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്തൂസ് ഡ്രീം വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്യൂട്ടായിട്ടുള്ള മിനി നോട്ട്ബുക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം സിസേഴ്സ്, A4 പേപ്പർ, കളറാണെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഗമ്മ്, സ്കെച്ച്, ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. A4 പേപ്പർ ആദ്യം എടുക്കുക. നമുക്ക് കളർ വേണമെങ്കിലും എടുക്കാം, ഇല്ലെങ്കിൽ വൈറ്റ് A4 പേപ്പർ തന്നെ എടുക്കാം. നമുക്ക് ഈ A4 പേപ്പർ 4ആയിട്ട് മടക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഒറ്റ കാരണം എടുത്തോട്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ആദ്യം A4 പേപ്പർ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ 4ആയിട്ട് മടക്കണം. ഇനി നമ്മൾ മടക്കിയത് നാലായിട്ട് മടക്കിയത് അത് സിസേഴ്സ് വെച്ചിട്ട് മുറിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ആദ്യം കട്ട് ചെയ്തെടുത്ത 4 സ്ട്രിപ്പില്ലേ, അതിൽ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. ആദ്യം ഹാഫായിട്ട് കൊടുക്കുക, പിന്നെ അതിൻ്റെ ഹാഫ്, എന്നിട്ട് അതിൻ്റെ ഹാഫ് കൊടുക്കുക. ഉണ്ടാ ഇതിപ്പോൾ ഒരു ചെറിയ ബുക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടില്ലേ. ഇനി നമ്മൾ ഈ മടക്കി നമുക്ക് അൺഫോൾഡ് ചെയ്തിട്ട് അത് സിക്സാഗ് ഒരു ഷേപ്പിൽ മടക്കുക. ഇപ്പോൾ നമ്മൾ മടക്കുന്നത് ഇതേപോലെ സിക്സാക്കായിട്ട് മടക്കിയെടുക്കണം. അതുപോലത്തെ 2 മടക്കണം. നമുക്ക് 4 സ്ട്രിപ്പാക്കിയായിരുന്നല്ലോ, അതിൽ വേറൊരു സ്ട്രിപ്പ് കൂടി എടുത്തിട്ട് ഇതുപോലെ 2ആക്കി മടക്കുക. ഇനി ഇത് നമുക്ക് രണ്ടും തമ്മിൽ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു വലിയൊരു സിക്സാക്കായിട്ടുള്ള പേപ്പർ കിട്ടി. ഇത്രയും വലുത്. ഇനി ഈ പേപ്പർ ഇതേപോലെ ഒരു സൈഡിൽ ഗമ്മ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ലാസ്റ്റത്തത് ഉണ്ടോ ഒട്ടിച്ച് അങ്ങനെ ഇനി നമുക്ക് ഒട്ടാൻ വേണ്ടി നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം.
ഒട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബുക്ക് അല്ല ഈ ഒരു ഇതാവും. നമ്മുടെ ബുക്കിൻ്റെ ഈ പേജസ് കൂട്ടാനായിട്ട് നമുക്ക് ഒരു സ്ട്രിപ്പ് കൂടി ഇത് ഇപ്പോൾ ചെയ്തതുപോലെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു സ്ട്രിപ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എടുത്തിട്ട് മടക്കി ഇത് ഒട്ടിക്കാം. നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ പേപ്പറൊക്കെ തുറന്ന് നോക്കണം. കാരണം ചില സമയത്ത് പേപ്പറില്ലേ ചില ഭാഗമൊക്കെ കുട്ടാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അത് വിടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പോയാൽ നമുക്ക് അത് പിന്നെ എഴുതുമ്പോഴൊക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര നല്ല പണിയായിരിക്കും. ഞാൻ എൻ്റെ ടോപ്പ് ഒന്ന് ഈവനാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഒരു ഈവനും അതിലൊന്നും ആയില്ല. നിങ്ങളുടെ ഇനി കട്ട് ചെയ്യണമെങ്കിൽ ഒന്നാമത് സിസേഴ്സ് കുറച്ച് നല്ലതും ആവണം. പിന്നെ ഈ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇതേപോലെ ഫുള്ള് അങ്ങാട് കാണും കുഴഞ്ഞു മറിഞ്ഞിരിക്കും. ഇനി നമുക്ക് ഈ നമ്മുടെ ബുക്കിൻ്റെ ഫ്രണ്ട് പേജായിട്ട് അതായത് ഫ്രണ്ട് കവർ ഉണ്ടാവില്ല, എല്ലാ ബുക്കിനും നമുക്ക് ഫ്രണ്ടായിട്ട് ഡിസൈൻ ചെയ്തൊരു കവർ ഉണ്ടാവില്ല, ആ കവറ് ഉണ്ടാക്കി വെക്കാം. അതിന് നമ്മൾ നമ്മുടെ 4 സ്ട്രിപ്സിൽ ആദ്യത്തെ 3 എടുത്ത് ബാക്കി ലാസ്റ്റത്തേൽ ഒരെണ്ണം ഹാഫാക്കി മടക്കിയിട്ട് നമ്മുടെ ഈ ബുക്ക് അതിൻ്റെ ഇടയിൽ എടുത്ത് വെക്കുക. അതായത് ഹാഫിൻ്റെ നമുക്ക് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടത് നമ്മുടെ ഈ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കണം. നമ്മൾ ഒട്ടിച്ച് ബാക്കി ഇതേപോലത്തെ പീസ് ഇതിനിടയിൽ
ഇതിൽ നമുക്കത് മടക്കി ഒട്ടിക്കാം. അല്ലെ ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ ബുക്ക് റെഡിയായി. ഇനി നമുക്കിത് പ്ലെയിൻ ആവില്ല, ഈ ബുക്ക് ഫ്രണ്ട് വരെ പ്ലെയിൻ ആവില്ല, അതുകൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അത് ക്യൂട്ട് ബുക്കല്ലേ നമ്മളുണ്ടാകും. അതുകൊണ്ട് ഇപ്പം മിക്ക ക്യൂട്ട് സാധനങ്ങളിലും കണ്ണ് ഇതേപോലെ 2 വെള്ള സാധനമുള്ള ഒരു ഇതല്ലേ, ആ ടൈപ്പാക്കി ആ ടൈപ്പ് കണ്ണ് നമ്മൾ വരച്ചെടുക്കണം. ഓക്കെ, ചിരിക്കുന്ന ഒരു വായും വരച്ചിട്ട് ശരിയാക്കാം. ഇനി നമുക്ക് മറ്റേ ഒരു ബ്ലഷിന് വേണ്ടി 2 സൈഡിലും ഒരു പിങ്ക് വെച്ച് 2 ഉണ്ട വരച്ച് വെക്കാം. പിന്നെ നമുക്കിത് കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു ബ്ലൂ കളർ പേപ്പർ വെച്ച് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഫ്ലവേഴ്സാണ്. ഇനി ഇതിൻ്റെ കൂടെ 2 ചെവി നമ്മുടെ ഈ ബുക്കിൻ്റെ ലെഫ്റ്റ് ഓവറിൽ നിന്ന് എടുത്തതാണ്. ലെഫ്റ്റ് ഓവർ പേപ്പർ ഉണ്ടായി, അത് വെച്ചിട്ട് 2 ചെവി ഉണ്ടാക്കി. ഞാനൊരു യൂണിക്കോൺ എഫക്റ്റ് ഉണ്ടാക്കാൻ നോക്കി, പക്ഷേ കൊമ്പ് വെക്കാൻ പറഞ്ഞു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ മറ്റേ സെല്ലോ ടേപ്പ് ഇല്ലേ, അതൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ്, ഒരു വാട്ടർ പ്രൂഫും ഷൈനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവാനായിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.